പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം നമ്മുടെ കേരളക്കരയിൽ ബഹുമാന്യനായ ഉറപ്പിന്ന് ഈ പ്രഭാത സമയത്ത് നമുക്ക് നൽകി തരികയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നാം അങ്ങോട്ട് പറയുന്നതിനു മുൻപേ നമ്മുടെ പിതാവ് അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പം നമ്മെ അറിയുന്നൊരു ദൈവമുണ്ട്, നമ്മുടെ അവസ്ഥകൾ അറിയുന്നൊരു ദൈവമുണ്ട്, നമ്മുടെ അവസ്ഥയിൽ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട് എന്ന് വചനം പറയുമ്പോൾ നമുക്കൊരു ചോദ്യമുണ്ടാകും. നമ്മുടെ പിതാവ് നമ്മുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് അറിയുന്നുണ്ടല്ലോ, മനസ്സിലാക്കുന്നുണ്ടല്ലോ, പിന്നെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ തന്നെ അതേ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വേദഭാഗം ഇങ്ങനെ വൈകി, യാചിപ്പീൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കപ്പെടും. നമ്മുടെ ഉള്ള അവസ്ഥ ഉള്ളതുപോലെ അറിയുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് പത്രോസിന്റെ അരികിലേക്ക് യേശു ഇറങ്ങി വന്നിട്ട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? യേശുവിനെ അറിയാം, അന്ന് രാത്രിയിൽ അവരുടെ പക്കൽ വലിയ ശൂന്യതയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ ശൂന്യതയാണ്. അവരുടെ പരിചയങ്ങൾ മുഴുവനും പരാജയപ്പെട്ട ഒരു സാഹചര്യം അന്ന് അവിടെ വെളിപ്പെട്ടു നിൽക്കുകയാണ്. അതിന്റെ നടുവിൽ യേശു ചോദിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? പത്രോസിന്റെ അന്നേരത്തെ സാഹചര്യം, ദൈവത്തിന് പോലും എന്നെ വേണ്ടാലോ, എല്ലാവരും എന്നെ തഴഞ്ഞു, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ് നമ്മളിൽ പലരും. പക്ഷെ അതിന്റെ നടുവിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന പദമാണ്, നാം യാചിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്നറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. അതേ പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോയി. നാം അഭിമുഖീകരിക്കുന്ന വേദനകളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോയി. നാളിതുവരെ കണ്ടിട്ടില്ലാത്ത ചില വിടുതലിന്റെ കരം, നാളിതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു ദൈവിക നന്മയുടെ കരം ആത്മീക ഭൗതിക മേഖലകൾക്കകത്ത് പരിശുദ്ധാത്മാവ് ചലിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ തന്നെ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ഒരു പ്രസംഗം കേട്ടത് കൊണ്ട് മാത്രമായില്ല. ആ പ്രസംഗം ഞാൻ കേട്ടു, പ്രവചനം ഞാൻ കേട്ടു, ഇപ്പോൾ എന്തോ സംഭവിക്കുമെന്നുള്ള ഒരു ചിന്തയിലാകരുത്. ആ വചനം കേട്ട് നാം വിശ്വസിക്കാൻ ഒന്ന് തയ്യാറാകാൻ വേണ്ടി കാത്തിരിക്കാം. കർത്താവ് വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.